ഹരീഷ്, ഗുഡ് മോർണിംഗ്. പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. എത്രത്തോളമാണ് പാർട്ടിയുടെ കോൺഫിഡൻസ്? അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിക്കുമെന്നുള്ള വിളംബരമാണ് കേരളത്തിലുടനീളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ നടപടികൾ, ഇതാണ് ജനങ്ങളിൽ രൂപപ്പെടുത്തിയിട്ടുള്ള വികാരത്തിൻ്റെ അടിസ്ഥാനം. അതിനെ നേരിട്ടത് UDF പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായ നുണപ്രചരണം, നാടും വസ്തുതകളുമായി ബന്ധമില്ലാത്ത നുണപ്രചരണം അഴിച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ വഴിയിലൂടെ തിരിച്ചുവിടാനാണ് ഇവിടെ UDF പൊതുവെ ശ്രമിച്ചിട്ടുള്ളത്. UDFും BJPയും ഈ രീതിയിലുള്ള പ്രചാരവേലകൾ നടത്തിയ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറച്ചു നിന്നത് വികസന പ്രവർത്തനങ്ങളിലാണ്, ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളിലാണ്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഭാവിയിൽ നടപ്പിലാക്കാനുള്ള പ്രവർത്തന പരിപാടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ 600 രൂപയാണ്, അതും 18 മാസം കുടിശ്ശിക. ഈ കഴിഞ്ഞ കാലയളവിൽ പെൻഷൻ വർദ്ധിച്ചു. ഇപ്പോൾ 20,000 രൂപ 2,000 രൂപ പെൻഷൻ കൊടുക്കുന്നു. ഇത് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള അനുഭവമാണ്. ആ അനുഭവമുള്ള ജനത UDF ഭരണമുള്ളപ്പോൾ 18 മാസം പെൻഷൻ കുടിശ്ശികയിട്ടു. ആ അനുഭവമുള്ള ജനത എങ്ങനെ UDFനെ സ്വീകരിക്കും? അപ്പോൾ UDFിൻ്റെ കള്ളപ്രചാര വേലയും അവർ ഭാവിയിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ഉറപ്പും ഇവിടെ നടപ്പിലാക്കുന്നതല്ല. നടപ്പിലാക്കിയ അനുഭവം കേരളത്തിൻ്റെ മുമ്പിലില്ല. ഒരു കാലത്ത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ലേ? നടപ്പിലായോ? എന്നാൽ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പം അങ്ങ് പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ 10 വർഷമായി ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണമാണ് ഇവിടെ. ഈ പറയുന്ന പോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയ ഒരു സർക്കാരാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കാലം നമുക്ക് അറിയുന്ന പോലെ വളരെ വേഗത്തിൽ വന്നു പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് കാലമാണിത്. നേരത്തെ ഉള്ള സമയങ്ങളിലെ പോലെ പ്രചാരണത്തിന് പോലും അത്രയധികം സമയം മുന്നണികൾക്ക് കിട്ടിയിട്ടുമില്ല, പറയുന്നത്ര സമയം കിട്ടിയിട്ടുമില്ല. പക്ഷേ ഈ വികസന പ്രവർത്തനങ്ങൾ അത് വേണ്ടത്ര രീതിയിൽ ചർച്ചയാക്കാൻ, പ്രചാരണത്തിൽ കൊണ്ടുവരാൻ ഇടതുമുന്നണിക്ക് സമയം കിട്ടിയിട്ടുണ്ട്. കാരണം മുൻപൊന്നുമില്ലാത്ത അത്രയും വിവാദങ്ങൾ ഉണ്ടായ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. വിവാദങ്ങൾ സൃഷ്ടിച്ചതല്ലേ? വിവാദങ്ങൾ UDFും അവരെ പിന്തുണയ്ക്കുന്ന ചില മാധ്യമങ്ങളും ചേർന്നിട്ടാണ് വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വിവാദങ്ങളെ അതിജീവിച്ച് ജനങ്ങൾ മുന്നോട്ട് പോകും. കാരണം ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് എത്ര കള്ളപ്രചാരണം നടത്തിക്കഴിഞ്ഞാലും ആ അനുഭവത്തിൽ നിന്ന് ജനങ്ങളെ പറിച്ചു മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ജനങ്ങൾ നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തുള്ള വിജയം ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ്. അതൊരു കേരളത്തിനൊരു പുതിയ അനുഭവമായി മാറുന്ന തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക. അതാണ് കേരളത്തിന്റെ രാമകൃഷ്ണൻ ഇപ്പം പറഞ്ഞ പോലെ മുൻപെങ്ങുമില്ലാത്ത വിധം ഇടതുമുന്നണിയിൽ നിന്ന് പോലും നേതാക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി മാറിയതൊക്കെ നമ്മൾ കണ്ടു. ഈ കണ്ണൂരൊക്കെ പാർട്ടി വിട്ട് നേതാക്കൾ പോകുന്നതും മറ്റു മുന്നണിക്കൊപ്പം ചേർന്നതും പിന്നീട് അവരുടെ പ്രചരണം അതെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല, അവരുടെയൊക്കെ ഒരു ഇഷ്ടമാണ്, അതല്ലെങ്കിൽ അത് നമുക്ക് അങ്ങനെ വിടാം. പക്ഷേ G.സുധാകരനെ പോലുള്ള നേതാക്കളൊക്കെ ഇന്നലെ നടത്തിയ പ്രതികരണം അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. അദ്ദേഹത്തിന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി. ഇപ്പം സുജാത ടീച്ചറിനെതിരായുള്ള പ്രതികരണമാണെങ്കിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു മലക്കം മറിച്ചിലും ഒരു പ്രതികരണവുമൊക്കെ ഈ അവസാന വേളയിൽ നടത്തുന്നുണ്ട്. അത് G.സുധാകരൻ്റെ ഒരു പ്രത്യേക നിലപാടാണത്. അദ്ദേഹം തന്നെ ഭാവിയിൽ പുനഃപരിശോധിക്കേണ്ടി വരും. അദ്ദേഹം സ്വയം തകർച്ചയുടെ കുഴിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തെ കോൺഗ്രസിന് അടിയറ വെക്കുന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ വിപ്ലവ ബോധമുള്ള ആലപ്പുഴയിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലൂടെ പ്രകടമാകും. അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കുന്നതാണ്. ആ പ്രതികരണം മനസ്സിലാക്കി G.സുധാകരൻ ഭാവിയിലെങ്കിലും തിരുത്തൽ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് നിർബന്ധിതമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം നിലപാടുകളൊന്നും കേരളത്തിൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെ സ്വാധീനിക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന സമയത്ത് എല്ലാവർക്കും കൂടുതൽ ബോധ്യമാകുന്ന സന്ദർഭമാണ് വരാൻ പോകുന്നത്. ശ്രീ ടി പി രാമകൃഷ്ണൻ, ഇപ്പം CS സുജാതയ്ക്കെതിരായ പ്രതികരണം അത് സ്ത്രീവിരുദ്ധം കൂടിയാണ് ഒരർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ. പാർട്ടി ഒരു നടപടിക്ക് പോകുമോ സുധാകരനെതിരെ? അദ്ദേഹം ഉൾപ്പെടെ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം, അദ്ദേഹം തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ, അതിനെതിരായ നിലപാട് അദ്ദേഹം എടുക്കുകയാണിപ്പോൾ. അത് UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടുകെട്ടിനകത്ത് അവരുടെ ചളിക്കുണ്ടിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നിന്ന് കരകയറി വൃത്തിയായി വരാൻ സമയമെടുക്കും. അതോടുകൂടി അദ്ദേഹം നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തേണ്ടി വരും. സ്ത്രീ വിരുദ്ധത ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സ്ത്രീകളെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവർക്കർഹമായ പദവി നൽകുന്നതിനുമുള്ള നിലപാട് കേരളത്തിൽ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പൊതുവെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിന് അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ ആ മാറ്റത്തെ അംഗീകരിക്കാൻ അവിടെ ഉത്ബുദ്ധരായ ജനങ്ങൾ തയ്യാറാകില്ല. പുന്നപ്ര വയലാറിൻ്റെ മണ്ണാണത്. എത്രയോ ആളുകൾ നിറത്തോക്കിൻ്റെ മുമ്പിലേക്ക് വാരിക്കുന്തവുമായിട്ട് പോകുമ്പോൾ തിരിച്ചു വരുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. ആ രക്തസാക്ഷികളെ മറന്നുകൊണ്ട് സുധാകരന് ആലപ്പുഴയുടെ മണ്ണിൽ എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും എന്നാണ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുക? അങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി വന്നയാളാണ് സുധാകരൻ. സുധാകരൻ എന്തോ താല്പര്യത്തിൻ്റെ പിറകെ ഇപ്പോൾ വീണുപോയിരിക്കുന്നു. അത് തിരുത്താൻ അദ്ദേഹം സന്നദ്ധനാകേണ്ടി വരും എന്നതാണ് ഈ പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ ഒരു നിലപാട്. യെസ്, ഇനിയിപ്പം പേരാമ്പ്രയിലെ കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. പേരാമ്പ്രയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ ഈ അനൗൺസ്മെന്റ് വിവാദമൊക്കെ അവിടെ ചർച്ചയാകുമെന്ന് കരുതുന്നുണ്ടോ എന്ന്? അതെ 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 അനൗൺസ്മെന്റ് ഇപ്പം കളക്ടർ പരിശോധിച്ച് ഒരു ചട്ടലംഘനവുമില്ല എന്ന പ്രതികരണം പ്രകടിപ്പിച്ചു കഴിഞ്ഞല്ലോ. നിയമം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ കൊടുത്ത വിശദീകരണം, അവർ കൊടുത്ത പരാതി, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. കളക്ടർ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വസ്തുതാവിരുദ്ധമായ പ്രചരണം നടത്തിയിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാം എന്നാണല്ലോ അവർ കരുതിയത്. അപ്പോൾ നിലപാടെന്താണെന്നുള്ളത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഉയർത്തിയത് പേരാമ്പ്ര മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വിവരണാതീതമായ വികസനം തന്നെയാണ്, ജനക്ഷേമ നടപടികളാണ്. അതിന് ജനങ്ങൾ നല്ല നിലയിൽ അംഗീകരിച്ചിട്ടുണ്ട്. പേരാമ്പ്ര പ്രത്യേകിച്ചും അത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അറിയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല പിന്തുണ നൽകും എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഒരാശങ്കയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. അത്ഭുതകരമായൊരു വിജയം ഇവിടെ ചിലപ്പോൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ടി പി രാമകൃഷ്ണൻ നമുക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് എല്ലാവിധ വിജയാശംസകളും. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം കൂടിയാണ്. താങ്ക് യു.